പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് മോഡൽ ഹോമിയോ ഡിസ്പെൻസറിയുടെ പുതിയ കെട്ടിടം പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു. മണ്ഡലം എംഎൽഎ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പുവാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ബേക്കൽ മിനി സ്റ്റേഡിയത്തിന് സമീപം പ്രവർത്തിക്കുന്ന പള്ളിക്കര ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പുതിയ കെട്ടിടമാണ് വ്യാഴാഴ്ച വൈകിട്ട് നടത്തിയ ചടങ്ങിൽ ഔദ്യോഗികമായി നാടിന് സമർപ്പിച്ചത്. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആരോഗ്യ പരിപാലന രംഗത്ത് നാം നല്ല നേട്ടം കൈവരിച്ചു. അതിന് പരമായി കേരളത്തിൽ മരണനിരക്ക് കുറഞ്ഞു, ശിശു മരണനിരക്ക് കുറഞ്ഞു, ഗർഭിണികളായ സ്ത്രീകളുടെ മരണം കുറഞ്ഞു. അതുപോലെ തന്നെ വളരെ മികച്ച നിലയിലുള്ള ആരോഗ്യ പരിപാലനമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതുകൊണ്ട് നീതി ആയോഗും ഒക്കെ അവരുടെ ഇൻഡെക്സിൽ ഹെൽത്ത് നമ്പർ 1 കേരളം, അതുപോലെ തന്നെ മറ്റേ പറയുന്ന എല്ലാ രംഗത്തും നമ്പർ 1 കേരളം നിൽക്കുന്നു. അത് നമ്മുടെ ഒരു ദിവസം കൊണ്ടുണ്ടായത് കുറച്ച് ദിവസം ഉണ്ടായതല്ല, ഒരു അരനൂറ്റാണ്ട് കാലത്തെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലുള്ള ഇടപെടലാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നാസ്നിൻ വഹാബ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V. സൂരജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV ജയശ്രീ, വാർഡ് മെമ്പർ ചേണായി മുഹമ്മദ് കുഞ്ഞി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ഇവിടുത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബ നാസിമിന് ബേക്കൽ പൗരാവലിയുടെ വകയായി പരിപാടിയിൽ ആദരവ് നൽകി. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മണികണ്ഠൻ സ്വാഗതവും ഡോക്ടർ പ്രിയേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.